ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ടുള്ളതിൽ എടുക്കണ ആദ്യത്തെ വീഡിയോ ആണിത്. കാരണം പഴയ വീഡിയോസ് കുറേ എടുത്തത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ ദിവസമായി. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് പുതിയ വ്ളോഗ് കൊടുക്കുന്നു ഗൈസ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ എൻക്ലോസ്ഡ് പബ്ലിക് പാർക്കായ ഫിനിക്സ് പാർക്കിലേക്കാണ് പോകുന്നത്. അതുള്ളത് നമ്മുടെ ഡബ്ലിനിലാണ്. ഡബ്ലിൻ സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഒന്ന് എല്ലാവരെയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇവിടെ ചേച്ചിയും മമ്മിയും ഡാഡിയും കണ്ട കൊച്ച് എണീറ്റ് വരെ നിന്ന് ഇത്രയും പേരുണ്ട്. അപ്പോൾ ഓൾറെഡി 4:45 സൺസെറ്റ് ഇപ്പോൾ 7 മണിയാകുമ്പോഴേക്കാവും. അപ്പോൾ ചിലപ്പോൾ ഇരുട്ടായിട്ടായിരിക്കും ചെല്ലണം, അറിയില്ല. ആ പാർക്കിൽ മാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മാനുകളെ തൊടാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അപ്പോൾ ബസ് കയറാനുള്ള നടത്തത്തിലാണ്. ബസ് കയറാൻ നടന്ന് ഈ ബസ് കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഇപ്പം നിങ്ങൾ കണ്ട ഇൻട്രോ കഴിഞ്ഞ ദിവസം എടുത്തതാ. കഴിഞ്ഞ ദിവസം ഇൻട്രോ എടുക്കൽ മാത്രമേ ഉണ്ടായുള്ളൂ, പോക്ക് നടന്നില്ല. കാരണം വൈകുന്നേരം ആയില്ലോ, അവിടെ ചെല്ലുമ്പോഴേക്ക് ഇരുട്ടാകുമായിരുന്നു. അതുകൊണ്ട് പിന്നെ അന്ന് നേരെ തിരിച്ച് വീട്ടിൽ പോയി. ഇന്നത്തെ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നേരത്തെ ഇറങ്ങി, അതായത് ഉച്ച ആവണുള്ളൂ, 11 മണി ആവണുള്ളൂ. പക്ഷെ ഇന്നത്തെ ദിവസം കൊള്ളില്ല കേട്ടോ. ഇത് കണ്ട ഫുൾ ക്ലൗഡിയും ചെറുതായിട്ട് മഴ പൊടിയണമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നേരെ ബസ്സിൽ കയറി ഫിനിക്സ് പാർക്കിൽ പോവാം. മാനെ കാണാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് പോണേ. കണ്ട എല്ലാവരും ഉണ്ട്, ഇന്നും വീണ്ടും എല്ലാവരും ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം കാണാൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മൾ വന്ന് ഹ്യൂസ്റ്റൺ സ്റ്റേഷനിൽ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നിസ്സാരം നടക്കാനുള്ളൂ. അങ്ങനെ നടന്നത് ഈ കാണുന്നതാണ് ഫിനിക്സ് പാർക്കിന്റെ എൻട്രൻസ്. ഫിനിക്സ് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മൊത്തം വലിയൊരു പാർക്കാണ്. 1750 ഏക്കർ ഉണ്ട് ഈ മൊത്തം പാർക്ക്. അതിൽ കുറെ പുല്ലുള്ള സ്ഥലങ്ങളും കുറെ ഇങ്ങനെ ചെറിയ ചെറിയ ലേക്ക് പോലെയും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. മൊത്തം 1750 ഏക്കർ ഉണ്ട്. അതൊക്കെ കണ്ടു തീർക്കുകയാണെങ്കിൽ എന്ത് കണ്ടു തീർക്കാൻ അത്രയും ഏരിയ വരുന്നുണ്ട്. ഇതാണ് അപ്പൊ അതിന്റെ എൻട്രൻസ് വരുന്നത്. നമുക്ക് എല്ലാ സ്ഥലമൊന്നും കാണാൻ പറ്റില്ല, ജസ്റ്റ് ആ മാനുള്ള സ്ഥലത്ത് പോയി മാന കാണാൻ പറ്റുമോ നോക്കാം. ഇവിടെ ക്രോസ് ചെയ്യണം. ഇവിടേക്ക് മറ്റേ ബിഗ് ബസ് ടൂറും ഹോപ്പ് ഓഫ് ബസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ നിർത്തുകയൊക്കെ ചെയ്യും. ഇവിടേക്ക് വന്നെങ്കിൽ ഹ്യൂസ്റ്റൺ സ്റ്റേഷൻ അടുത്തുണ്ട്, ലുവാസ് കിട്ടും, ബസ് കിട്ടും. വേണ്ടോ അങ്ങനെ ഡബ്ലിൻ ബസ്. ഈ പഴയൊരു ഡിഫൻഡർ നോക്കി, അങ്ങനെ കുറെ വണ്ടികൾ കിട്ടും. സിറ്റിയുടെ അടുത്ത് തന്നെയാ. ഇവിടെ ഫിനിക്സ് പാർക്കിൽ സൈക്കിൾ റെന്റിന് എടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, റെന്റിന് എടുക്കാനുള്ള പൈസ എന്നോട് എഴുതി വെച്ചാണ്. 1 മണിക്കൂറിനാണെങ്കിൽ 7 യൂറോ ആണ് തന്നെ, 3 ഹവേഴ്സിന് 14 യൂറോ. അങ്ങനെ പോകും. അതെന്തായാലും പരിപാടി കൊള്ളാം. കണ്ടോ, ഇവിടെ കുറേ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് പാർക്ക് വേണമെങ്കിൽ സൈക്കിൾ വെച്ച് ചുറ്റി കാണാൻ പറ്റും. കുറേ പേര് എടുക്കണുണ്ട് കേട്ടോ, കുറേ പേര് വേണ്ട സൈക്കിളൊക്കെ എടുത്ത് കറങ്ങാൻ പോകുന്നുണ്ട്. ബൈക്ക് എടുത്ത് വേണമെങ്കിൽ ബൈക്കിൽ കറങ്ങി കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഡബ്ലിൻ സൂ വരുന്നത്. ഡബ്ലിൻ സൂവിൽ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം കേട്ടോ കയറണമെങ്കിൽ. പിന്നെ അതെ വണ്ടികളൊക്കെ അല്ല അവിടെ, അതുപോലെ ബസ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകണമെങ്കിൽ. ഇപ്പം ഈ ഭാഗത്തേക്കൊന്നും സൈക്കിളല്ല അവിടെ അല്ല, പക്ഷെ അമ്മച്ചൊരു സൈക്കിളും പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ പൂക്കളൊക്കെ നോക്കി നല്ല ഭംഗിയില്. ഇനിയിപ്പോ അധികം ദിവസം ഉണ്ടാവില്ല, കാരണം വിന്റർ ആയില്ലോ. വിന്റർ ആയി തുടങ്ങിയ സമയമായതുകൊണ്ട് ഇനിയിപ്പോ ഇതൊക്കെ പോകാൻ തുടങ്ങും മിക്കവാറും. കണ്ടോ കുറെ ഏരിയ ഇങ്ങനെ പൂക്കൾ, ഇലയൊക്കെ പോയി തുടങ്ങി മരത്തിന്റെ. ഓട്ടം കഴിഞ്ഞ് ഓട്ടം സീസണാണല്ലോ. ഇനി വിന്ററിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇലകളെല്ലാം ഇങ്ങനെ യെല്ലോ കളറിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇതാണ് ഗൈസ് പാർക്കിന്റെ ഏതോ ഒരു വശം. കണ്ടോ അടുക്കിക്കൂടെ വഴിയും ചുറ്റും പുല്ലും ഇതൊക്കെ. പക്ഷെ മഴ ചെറുതായിട്ട് ചതിച്ചു. കണ്ടോ നല്ല മഴയുണ്ട്, എല്ലാരും നനഞ്ഞിങ്ങനെ നടക്കുന്നു. കണ്ടോ ഇതിന് മൊത്തം വെള്ളമാണല്ലോ, മിക്കവാറും ലെങ്സിലും വെള്ളമായിരിക്കും. കാറ്റുമുണ്ട് മഴയുണ്ട്, ചെറിയ തണുവൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങിയോ ഇല്ലേ? ചെറുതായിട്ട് നനഞ്ഞു തുടങ്ങിയെന്ന് സംശയം. ഇതുണ്ടോ, ഇതാണ് അയർലൻഡിന്റെ ടിപ്പിക്കൽ വെതർ. അവിടെ ചെറിയ രീതിയിൽ ബ്ലൂ സ്കൈ കാണാം. ചെറിയ വെയിലെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ബ്ലൂ സ്കൈ ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ മഴ പെയ്യണുണ്ട്, നല്ല മഴയാ. ഇപ്പൊ ഒരു മരത്തിന്റെ അടിയിൽ വന്നതാ മഴയിൽ രക്ഷപ്പെടാൻ വേണ്ടി. മരത്തിന്റെ അടിയിൽ നിന്ന് നമുക്ക് മഴയിൽ നിന്ന് മോചനം നേടാൻ കഴിയും. ഈ കാണുന്നതാണ് ഡബ്ലിൻ സൂ. കണ്ടോ, അതായത് പാർക്കിന്റെ ഉള്ളിൽ തന്നെയാണ് സൂ വരുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. സിറ്റിയുടെ നടുക്ക് തന്നെയാണ് ഇത്രയും വലിയൊരു പാർക്കുള്ളതെന്നാണ്
അത്ഭുതം. അതാണ് അതിന്റെ ഒരു ഫാക്ട് വരുന്നത്. കാരണം ഇത്രയും ഡബ്ലിൻ അത്യാവശ്യം വലിയൊരു സിറ്റിയാണല്ലോ, അതിന്റെ നടുക്ക് തന്നെ 1750 ഏക്കറുള്ള ഒരു ഇത്രയും വലിയൊരു പാർക്ക്. മാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടത് ആ ഒരു ഭാഗത്തായിട്ടാ. ഇപ്രാവശ്യം അവിടെയൊക്കെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പോണേ. കാരണം ഇതിന്റെ ഉള്ളിൽ എവിടെയാന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെ എളുപ്പത്തില്. അവിടെ ചെറിയൊരു കഫേ പോലെ ചെറിയൊരു ഏരിയ ഉണ്ട്. അതുപോലെ റോഡ് ഇതിക്കൂടെ പോകുന്നുണ്ട്. നമുക്ക് സൂവിലോട്ട് പോകണമെങ്കിൽ നേരെ അങ്ങോട്ട് പോകണം, അവിടെയാണ് സൂ വരുന്നത്. അങ്ങനെ കുറെ നേരത്തെ നടത്തത്തിനൊടുവിൽ നമ്മൾ അവരെ കണ്ടു ഗൈസ്. നിൽക്കുന്നു മാൻ. അവിടെ കുറെ പേര് അതിന്റെ അടുത്ത് നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ ഒരു മാൻ ഒറ്റയ്ക്ക് നിന്ന് പുല്ല് തിന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നു കഴിഞ്ഞപ്പോ കണ്ടത് ഇത് എന്തുവാ കൊമ്പില്ലാത്ത മാനായിരുന്നു, പെൺമാനുകളായിരുന്നു, പേടമാനായിരുന്നു, പേട്ടയായിരുന്നു, പേടമാനായിരുന്നു. ഇപ്രാവശ്യം പക്ഷെ ഇതേ മൊത്തം കൊമ്പുള്ള മാനുകളാണ്. കണ്ടോ അവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട. എല്ലാം കൊമ്പുള്ള മാനാണല്ലോ ഇപ്രാവശ്യം. നമുക്ക് പോയി 2-3 ഫോട്ടോ ഒക്കെ എടുക്കാം. മാന്റെ നോട്ടം അത്ര ശരിയല്ല കേട്ടാ, സൂക്ഷിച്ചൊക്കെ നിക്കണം. ചിലപ്പോ മാൻ കൊമ്പുമ്മയൊക്കെ നമ്മളൊക്കെ ഓർത്തെടുക്കും. ആ പുള്ളി മാനെന്തോ ഫീഡ് ചെയ്തോണ്ടിരിക്കണം. കണ്ട പ്രത്യേകതയുള്ള കൊമ്പാണ്. കണ്ട ആൾക്കാർ ഇഷ്ടം പോലെ നിൽക്കുന്നു. എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് കൊമ്പിന്, സാധാരണ കാണുന്ന പോലത്തെ കൊമ്പല്ല. അത് കണ്ടോ, ആ മാന്റെ ഒക്കെ കൊമ്പ് കണ്ടോ. കണ്ടോ പുള്ളിക്കാരി അതിനെ പ്ലാവിലെയാണോ എന്തോ സാധനം കൊടുക്കുന്നു. മാൻ നമ്മുടെ അടുത്ത് വരുന്നു ഗൈസ്. കൈ കാണിച്ചത് ഞാൻ വരാവടുത്തേക്ക്. കണ്ടോ കൊച്ച് അതിന് തീറ്റ കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. കൊച്ചിനും പേടിയുണ്ട്, അതിനും ചെറിയ രീതിയിൽ പേടിയൊക്കെ ഉണ്ട്. കണ്ടോ മാന് വരാൻ ചെറിയൊരു പേടിയുണ്ട്. എവിടെയൊക്കെ നിൽക്കണ്ട് കുറെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ കുറെ മാനെ കണ്ടായിരുന്നു. പ്രാവശ്യം കൊമ്പുള്ളതുകൾ മാത്രം അങ്ങനെ കുറച്ചുള്ളൂ. അങ്ങനെ നമ്മൾ തേടി വന്ന സാധനത്തെ കണ്ടു ഗൈസ്. നമ്മള് മറ്റേ കൊമ്പില്ലാത്ത മാനെ കാണുമെന്ന് വിചാരിച്ചു, പക്ഷെ കൊമ്പുള്ളതിനെ കാണാൻ പറ്റി. അങ്ങനെ മാനെ കണ്ട് അങ്ങനെ വീഡിയോയുടെ സംഭവം കഴിഞ്ഞു വരും. അപ്പോൾ ചെറിയൊരു കുട്ടി വീഡിയോ ആയിരുന്നു, മാനിനെ കാണുന്ന വ്ളോഗായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.